ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. പിന്നെ അതുപോലെ തന്നെ പുതിയ നമ്മുടെ വ്ളോഗിലേക്കും വെൽക്കം. ബാക്കിൽ കണ്ടിട്ട് നോക്കേണ്ടത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൺഡേ, ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പം ഇങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വൈകിട്ട് എന്താ പരിപാടി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളവിടെ അടുത്ത് നമുക്കൊരു മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവാണുള്ളത്. അപ്പം ഒരുപാട് ഇപ്പം മിനി ഊട്ടി ഒരുപാട് കുറേ എൻ്റർടൈൻമെൻറ്റ് സംഗതികളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളിതുവരെ പോയിട്ടില്ല. നമ്മളതിൻ്റെ മുന്നേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട്സാണെങ്കിലും അവരാണെങ്കിലും ഒരുപാട് പേര് അവിടെ പോയി വന്നിട്ട് കഥകളൊക്കെ നമുക്ക് തന്നെ നല്ല അടിപൊളി സംഭവം, മറൈൻ ടൈപ്പ് ഈ മീനുകളും പിന്നെ അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് ഈ പെറ്റ്സിൻ്റെ സംഗതികളൊക്കെ അവിടെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാഴ്ചകളും നിങ്ങളെയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ മാപ്പ് വിട്ടിട്ട് മിനി ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി. 2 വഴിയാണ് മാപ്പിൽ കാണിച്ചത്. ഒന്ന് നമ്മുടെ കൊണ്ടോട്ടി വഴിയും 2 നമ്മുടെ വേങ്ങര വഴിയും. നമ്മൾ ആവേശം മൂത്തിട്ട് കൊണ്ടോട്ടി വഴി പോകാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടോട്ടിയിലേക്ക് തിരിഞ്ഞിട്ടുള്ള പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ വന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പണി ചെറുതായിട്ടൊന്ന് പാളി. നല്ല റോഡ് വേങ്ങര വഴിയായിരുന്നു. ഇവിടെ നമ്മൾ കൊണ്ടോട്ടി വഴി എടുത്ത റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം റോഡാണ്. ഇനി ഈ കാണുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്ത റൂട്ട്. ഇതിൽ നമ്മുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ട് നെറ്റിപ്പട്ട ആടുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എമ്മാതിരി വലിയ കുഴിയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതെന്നുള്ളത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ മുന്നിലും പിന്നിലുമായിട്ട് ഒരുപാട് വണ്ടികൾ, കാറും ബൈക്കുമായിട്ട് ഈ റൂട്ട് എടുത്തിട്ട് പെട്ടുപോയവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആടിക്കുലുങ്ങി മിനി ഊട്ടി എത്തി. ഇനി മിനി ഊട്ടിയിലുള്ള ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പം നമുക്ക് ഇടതുവശത്ത് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും വലതുവശത്ത് നമ്മളെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സെറ്റപ്പും ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിൽസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് കാണാം കേട്ടോ. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഒരു ജയൻറ്റ് വീലും പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാണാം. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ മിനി ഊട്ടിയിൽ ഇതാണെങ്കിലും നമുക്ക് നീളവും വീതിയും കൂടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജും മിനി ഊട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കാശ് ചിലവാക്കാതെ തന്നെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഓട്ടവും ചാട്ടവും നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ, ഫുള്ള് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ്. അപ്പം നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഏകദേശം 4 kilometer അവിടുന്ന് പോരാൻ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 18 minute എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് റോഡിൻ്റെ അവസ്ഥ. ബാക്കി ഇനി എങ്ങനെയൊക്കെയാണ് വേറെ വഴി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ആവേശപ്രകാരം വേറൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ റോഡ് കിട്ടിയത്. ഇനി പോകുമ്പോൾ നമ്മൾ വേറെ റൂട്ടിലായിരിക്കും പോവുക. അപ്പോൾ അത് കാണിച്ചു തരാം എല്ലാവർക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, KSRTC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നല്ല തിരക്ക്. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഓരോ സംഗതികളും നമ്മൾ നടന്നു പോയിട്ട് എല്ലായിടത്തും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അവസാനം വണ്ടി പാർക്ക് ചെയ്തത് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ മുന്നിലാണ് കേട്ടോ. അവിടെയാണ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പം അവിടെ കൗണ്ടറിൽ ചെന്നപ്പോഴാണ് 250 രൂപ ഒരാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 5 സ്ഥലങ്ങളിൽ കയറാൻ പറ്റും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോകാനും പറ്റും. സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് 50 രൂപ, 100 രൂപ, 150 രൂപ അങ്ങനെയാണ് വരുന്നത്. ഈ 250 രൂപേൻ്റെ പാക്കേജാണ് നമുക്ക് ഏറ്റവും ലാഭമായിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് നമ്മുടെ പെറ്റ്സിൻ്റെ പാർക്കും പിന്നെ അതുപോലെ തന്നെ മറൈൻ വാച്ച് ടവർ പിന്നെ നമ്മുടെ മിറർ മെയ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡാണ്. അതേസമയം വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കൊണ്ടേ, ഇതൊക്കെ
ഇത് കണ്ട അവിടെ ആനേനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ഒരു ആനയുടെ ബാക്ക് ലേശം താഴ്ന്നിരിക്കണമെന്നുള്ളത്. അത് കുഴപ്പമില്ല കേട്ടോ. നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വ്യൂ കാണിച്ചു തരാം ഇവിടുത്തെ. അങ്ങനെ നമ്മളിനി പോകാൻ പോണത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. അതാണല്ലേ മേലെ നമ്മുടെ മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ നമ്മുടെ പാർക്കിന്റെ പേര്. പിന്നെ ഇത്രയും ഇതുണ്ട്, അത്യാവശ്യം നല്ല വിഡ്ത്തും പിന്നെ അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ഉള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മുടെ മിസ്റ്റി ലാൻഡിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 55 മീറ്ററാണ് അവർ പറഞ്ഞതനുസരിച്ച്. വീതിയാണെങ്കിൽ ഏകദേശം ഒരു 3 മീറ്റർ വരും. ഹൈറ്റ് നമുക്ക് ഓൾമോസ്റ്റ് താഴെ നിന്നൊരു 30 മീറ്റർ ഹൈറ്റിലാണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരാൾക്ക് തല കറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പെറ്റ്സ് പാർക്കിലേക്കാണ് പോകുന്നത്. പെറ്റ്സ് പാർക്കിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ പാക്കേജിനകത്ത് ടിക്കറ്റ് ഉണ്ടായിരിക്കും. 250 രൂപേൻ്റെ പാക്കേജിനകത്ത് പെറ്റ്സ് പാർക്കിലേക്ക് എൻട്രി ഉണ്ട്. അങ്ങനെ നമ്മൾ കുതിരേനെ കണ്ടിട്ടതാ ആള് നിൽക്കുന്നത്. നമ്മുടെ കുതിരേനെ കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പം അടുത്തത് ഇതിനകത്തോട്ട് പോവാണ്. ഇതിനകത്ത് ഒരുപാട് ബേർഡ്സും പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കാണിച്ചാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന റൈറ്റ് സൈഡിൽ ഒരുപാട് നമ്മുടെ ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. അത് ഒരുപാട് മക്കാവ് ആണ്. ഇല്ല, ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇതിന്റെ പേര് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഒരുപാട് കളർ, നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരെല്ലാവരും കൂടി ഒന്നിച്ച് കാണുമ്പോൾ. അതേ സമയം നമ്മളെ മക്കാവ് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മക്കാവിനൊന്ന് തോളത്ത് വെച്ച് നോക്കാം. ഗൈസ്,
വലിയൊരു ഇഗ്വാനയാണുള്ളത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാ ഇത് ഇതാവൂലല്ലോ, മുറിയോ? ആണോ? നോക്കണ്ടേ? ആ ഇതർ എങ്ങനെ എങ്ങനെ നോട്ടം കണ്ടിട്ട് വലിയൊരു സുഖമില്ലാ തോന്നുന്നുണ്ട്. എന്നെ തന്നെ കേട്ടോ നോക്കണത്. അങ്ങോട്ട് അതാ 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 ഇത് ഇങ്ങോട്ട് നോക്കണ്ടേ? ഭയ്യാ വരുന്നുണ്ട്. ഓക്കെ പക്ഷെ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മള് കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വലുതിനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അലിഗേറ്റർ ഫിഷ് ആണ് കേട്ടോ. നോക്കി ഇതിന്റെ സൈസ് നോക്കി, എമ്മാതിരി വലിയ സൈസാ. ഇതുകൊണ്ട് അനങ്ങാണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുക. അനങ്ങാണ്ടിരിക്കും. നോക്ക്, 3 എണ്ണം ഉണ്ട് ഇതിനകത്ത്. കയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയ്യപ്പാടെ പോകാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കി ഇളകുന്നുണ്ടേ. നമ്മുടെ കറക്റ്റ് നമ്മുടെ ചീങ്കണ്ണിയുടെ മുഖമായിരുന്നു തന്നെ. ഇനി നമ്മളെ സലീംകുമാർ പറഞ്ഞ പോലെ അല്ലം മിനാലഹ അൽ ഒട്ടഹ, ഒട്ടകത്തെ തൊട്ട് കളിക്കുന്നത്. അത് നമ്മുടെ ദേശീയ പക്ഷിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. അതാ ഇത് നിൽക്കുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഒട്ടക പക്ഷി. ഇതൊക്കെ നല്ല സൈസ് ഉണ്ട് ഇട്ടത്. ഇതുണ്ടാ പുള്ളി എന്നെ തന്നെ കേട്ടോ നോക്കണത്. ഇത് തിരിഞ്ഞു. നോക്കി ഇതിന്റെ സൈസ് എത്രയാന്നുള്ളത്. ഭയങ്കര സൈസാട്ടോ. ഇത് നല്ല സ്പീഡിൽ ഓടും ചെയ്യും. ഓ നിങ്ങളിപ്പോൾ ഈ കാണുന്ന എമു ഇല്ലേ, ഇതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതായത് ഒരു എമു വാർ എന്ന് പറയും. 1932 നടന്ന ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ള ഒരു എമു വാറുണ്ട്. ആ എമു വാറിൽ ജയിച്ചതും, അതായത് മനുഷ്യന്മാരും എമുവും തമ്മിലുള്ള വാർ, ആ വാറിൽ ജയിച്ചതും ഈ എമു തന്നെയാണ്. ഏകദേശം 20,000 എമുകൾ വന്നിട്ട് ഓസ്ട്രേലിയയിലെ കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പം ഓസ്ട്രേലിയൻ മിലിറ്ററി തന്നെയാണ് ഒരു ഓപ്പറേഷൻ എമു വാർ എന്നുള്ള രീതിയിൽ അവരെ കൊല്ലുക, അവരെ ഈ 20,000 എമുകളെ കൊല്ലുക എന്നുള്ള രീതിയിൽ പല പല ഗ്രൂപ്പുകളായിട്ടും പല പല ഓപ്പറേഷനായിട്ടും നടത്തിയിട്ടും വളരെ കുറച്ച് എമുവിനെ മാത്രമേ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അത്രയും സ്ട്രോങ്ങും അത്രയും ക്ലെവറുമായിട്ടുള്ളൊരു ബേർഡാണ് ഈ എമു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു വാറിൽ നമ്മുടെ മിലിറ്ററി തോൽക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് രാത്രി കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് ഒരുപാട് ലൈറ്റും പിന്നെ അതുപോലെ തന്നെ DJ ലൈറ്റ്സ് ആണെങ്കിലും DJ മ്യൂസിക്, ഒരുപാട് സിനിമാ പാട്ടുകൾ, ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുപാട് നല്ല രീതിയിൽ രാത്രി കാലങ്ങളൊക്കെ നല്ല ഭംഗി പോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളായാലും വലിയവരാണെങ്കിലും അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റും.
അങ്ങനെ 16 ഷോ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുമ്പോഴാണ് നമ്മളവിടെ ഒരു ഷൂട്ടിംഗ് ഗെയിം കണ്ടത്. അപ്പോൾ ആ ഷൂട്ടിംഗ് ഗെയിമിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് ഒരു 8 ഷോട്ട് തരും. അതിൽ 5 ഷോട്ട് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് സ്പാ ഫ്രീ ആയിട്ട് അവർ തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ ചാലഞ്ച് ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് വെടി തുടങ്ങി. അങ്ങനെ 8-ൽ 7 ഷോട്ടും കറക്റ്റായിട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് ഫിഷ് സ്പായും ഫ്രീ കിട്ടി. അങ്ങനെ നമ്മൾ മിസ്റ്റി ലാൻഡിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വരുന്നവരൊക്കെ മാക്സിമം ഞായറാഴ്ചകൾ കുറച്ച് തിരക്കുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് മിനി ഊട്ടിയിൽ വരുന്നവർ.